എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ് അല്ലേ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന 2025 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വിശകലനം ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ. നോക്കിയിട്ട് നല്ല പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS 10ാം ക്ലാസ് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനത്തിലേക്ക് കടക്കാം. ഇവിടെ നോക്കിയേ, ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319. നമുക്ക് അനുവദിച്ചിരിക്കുന്ന പരീക്ഷയുടെ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 100 മാർക്കിലാണ് നമ്മുടെ പരീക്ഷ നടപ്പിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനത്തെയാണ് 1 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻസും ശരിയായി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. വിച്ച് ഫാക്ടർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എക്കണോമിക് എൻവയോൺമെൻറ്റ്? അതായത് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് എക്കണോമിക് എൻവയോൺമെൻറ്റും ഉണ്ട്, നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റും ഉണ്ട് അല്ലേ. അത് രണ്ടും പഠിച്ചിട്ട് പോകണം നാളത്തെ പരീക്ഷയ്ക്ക് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫാക്ടർ ഏതാണ് എന്നുള്ളതാണ് അല്ലേ. ഏതാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിനകത്ത് വരുന്നത്? ഓപ്ഷൻ എ ടാക്സ് പോളിസീസ് ആണ് അല്ലേ. ടാക്സ് പോളിസീസ് ആണ് ഏതിൽ വരുന്നത്? എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി അടുത്ത നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്സ്? അതായത് പ്ലാനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. സ്റ്റാഫിംഗ് എംപ്ലോയീസ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം താഴെ തന്നിരിക്കുന്നതിനകത്ത് പ്ലാനിങ് പ്രോസസ്സിനകത്ത് പെടാത്ത സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യ സെല്ലിംഗ് സ്പൈസസ് ടു ദ USA, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലേ, USAക്ക് ഈ പറയുന്ന സ്പൈസസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സ്പൈസസ് വിൽക്കുന്നതിന് സെല്ല് ചെയ്യുന്നതിനൊക്കെ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഉദാഹരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് അവിടെ തന്നിട്ടുണ്ട്? ഇമ്പോർട്ട് ട്രേഡ് ആണോ, എക്സ്പോർട്ട് ട്രേഡ് ആണോ, റീറ്റെയിൽ ട്രേഡ് ആണോ, ഇന്റർനെറ്റ് ട്രേഡ് ആണോ എന്നുള്ളത് നമുക്കറിയാം. എക്സ്പോർട്ട് ട്രേഡ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഇന്ത്യ സെല്ലിംഗ് സ്പൈസസ് ടു ദ USAക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്പൈസസ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ സെല്ല് ചെയ്യുകയാണ് അല്ലേ. അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മൾ USAയിലേക്ക് വിൽക്കുകയാണ്. ഇന്ത്യ എന്ത് ചെയ്യുന്നു? വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? എക്സ്പോർട്ട് ട്രേഡ് ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രേഡിനകത്ത് എല്ലാം പഠിച്ചു വെച്ചോണം കേട്ടോ. ഇമ്പോർട്ട് ട്രേഡ് എന്താണ്, എക്സ്പോർട്ട് ട്രേഡ് എന്താണ്, റീറ്റെയിൽ ട്രേഡ് എന്താണ്, ഇന്റേണൽ ട്രേഡ് എന്താണ്, എക്സ്റ്റേണൽ ട്രേഡ് എന്താണ്, ഇതെല്ലാം പഠിച്ചു വെച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ഫുൾ ഫോം ഓഫ് B2C. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. B2C ഉണ്ട്, അതുപോലെ തന്നെ C2C ഉണ്ട്, G2G ഉണ്ട് അല്ലേ, B2B ഉണ്ട്, C2C ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് B2Cയുടെ ഫുൾ ഫോം എന്താണെന്നാണ്. അതായത് കൊമേഴ്സിൽ ദ ഫുൾ ഫോം ഓഫ് B2Cയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കൊമേഴ്സിൽ B2C എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് ടു കൺസ്യൂമർ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ദ മാർക്കറ്റ് വെയർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റികൾ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ മാർക്കറ്റ് വെയർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഈസ് കോൾഡ് എന്താ പറയുന്നത്? സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. ദ മാർക്കറ്റ് വെയർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ്. ഓർത്ത് വെച്ചോണം, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഈസ് കോൾഡ് സെക്യൂരിറ്റി മാർക്കറ്റ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്:
എൻട്രിപ്പോ ട്രേഡ് റെഫേഴ്സ് ടു ഡാഷ്, അതായത് എൻട്രിപ്പോ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിംഗ് ദം വിത്തൗട്ട് യൂസിങ് ദം, അതായത് ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. അതായത് എന്താണ്, സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുകയും അല്ലെങ്കിൽ അവ ഉപയോഗിക്കാതെ തന്നെ വീണ്ടും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻട്രിപ്പോ ട്രേഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്, സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുകയും അവ ഉപയോഗിക്കാതെ തന്നെ വീണ്ടും നമ്മളതിനെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻട്രിപ്പോ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ പ്രൈവറ്റ് കമ്പനി? താഴെ തന്നിരിക്കുന്ന പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? റെസ്ട്രിക്ട്സ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഓഹരികളുടെയൊക്കെ കൈമാറ്റം നിയന്ത്രിക്കുന്നു. എവിടെ? പ്രൈവറ്റ് കമ്പനിയിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും എന്താണെന്ന് പഠിച്ചു വെച്ചോണം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നന്നായിട്ട് അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. സോ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ചോദ്യം നോക്കിക്കേ. എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ഏൺസ് മണി ത്രൂ, അതായത് ഒരു സെൽഫ് എംപ്ലോയിഡ് മീൻസ് എന്താ? സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തി അല്ലേ. അപ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം മണി ഏൺ ചെയ്യുന്നത് ഏത് വഴിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം, പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ് ഓർ സർവീസ് അല്ലേ. അതായത് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ആ ഒരു സർവീസിൽ നിന്നോ കിട്ടുന്ന ആ ഒരു ലാഭം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം മണി ഏൺ ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺ ഏൺസ് മണി ത്രൂ ഏതാ? പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ് ഓർ സർവീസസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സോഴ്സ് ഓഫ് ഫൈനാൻസ് ഡസ് നോട്ട് റിക്വയർ റീപേയ്മെൻറ്റ്? അത് താഴെ പറയുന്ന ഫൈനാൻസിൽ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫൈനാൻസിൽ നമുക്ക് റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ തിരിച്ചടവ് ആവശ്യമില്ലാത്തത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതിനാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണല്ലേ, ഇക്വിറ്റി ഷെയർസിനാണ് അല്ലേ. ഇക്വിറ്റി ഷെയർസിന് ആണ് എന്ത് വരുന്നത്? തിരിച്ചടവ് വരുന്നില്ലാത്തത്. അപ്പോൾ സോഴ്സ് ഓഫ് ഫൈനാൻസ് ഡസ് നോട്ട് റിക്വയർ റീപേയ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ഓപ്ഷൻ ബി ഇക്വിറ്റി ഷെയർസ് ആണ് കേട്ടോ. ഇക്വിറ്റി ഷെയർസിനാണ് തിരിച്ചടവ് ഇല്ലാത്തത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫോം ഓഫ് അഡ്വർടൈസിങ് അലൗസ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് ദ ഓഡിയൻസ്? അതായത് ഓഡിയൻസുമായിട്ട് നമുക്കൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉള്ളത് ഏത് തരത്തിലുള്ള അഡ്വർടൈസിങ്ങിലാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരസ്യത്തിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ പറയാവുന്നതാണ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ്ങിലാണ് നമുക്ക് ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ പർപ്പസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് ടു, എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, മെയിൻ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലേ, ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ് അല്ലേ. അതായത് ജോലിക്കാരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെയൊക്കെ ആ ഒരു പെർഫോമൻസ് എപ്രകാരമാണ് എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്നുകൊണ്ട് അർത്ഥമാകുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. ഇനി അടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. നമുക്കറിയാവുന്നതാണ് അല്ലേ. ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഇവിടെ ആൻസർ വരേണ്ടത് അല്ലേ. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിൻ്റെ നിയമങ്ങളും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ, ഇത് അടങ്ങിയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. എന്താണ്? ദ ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. പഠിച്ചു വെച്ചോണം കേട്ടോ. ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെബഞ്ചേഴ്സ് ആർ എ ടൈപ്പ് ഓഫ്, എന്താ വരേണ്ടത് അവിടെ? ഓപ്ഷൻ ബി അല്ലേ, ഡെപ്റ്റ് ഫൈനാൻസിങ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. ഓർത്ത് വെക്കുക, ഡെബഞ്ചേഴ്സ് ആർ എ ടൈപ്പ് ഓഫ് ഡെപ്റ്റ് ഫൈനാൻസിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവാം. ഡെബഞ്ചേഴ്സ് ആർ എ ടൈപ്പ് ഓഫ് ഡെപ്റ്റ് ഫൈനാൻസിങ് എന്ന് ഓർത്ത് വെക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി അടുത്തത്
ഇനി അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇന്റേണൽ ട്രേഡ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇന്റേണൽ ട്രേഡിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് ആൻസർ വരേണ്ടത്? ഇന്റേണൽ ട്രേഡിൽ ഉൾപ്പെടാത്തതാണ്. ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇന്റേണൽ ട്രേഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ഇമ്പോർട്ട് ട്രേഡ് ആണ് അല്ലേ. ഇമ്പോർട്ട് ട്രേഡ് ആണ് ഇന്റേണൽ ട്രേഡിനകത്ത് വരാത്ത ആ ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്, ലോക്കൽ ട്രേഡ് ഇതൊക്കെ എന്താണ്? ഇന്റേണൽ ട്രേഡിനകത്ത് വരുന്നതാണ് അല്ലേ, ടൈപ്പ് ഓഫ് ഇന്റേണൽ ട്രേഡ്സ് ആണ്. എന്നാൽ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ ട്രേഡ്സിനകത്ത് വരുന്നതല്ല. അപ്പോൾ അതാണ് അവിടെ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ കൺട്രോളിങ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നോക്കി വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് കൺട്രോളിങ് പ്രോസസ്സ്, അതുപോലെ സ്റ്റാഫിങ് അല്ലേ, ഇതൊക്കെ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോണേ. പ്ലാനിങ് പ്രോസസ്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ കൺട്രോളിങ് പ്രോസസ് ഈസ്, അതായത് കൺട്രോളിങ് പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് അതിൻ്റെ ആൻസർ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. നമുക്കറിയാം സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കൺട്രോളിങ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ആ സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം. ആ ഒരു ഓർഡറിൽ തന്നെ കൺട്രോളിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് അല്ലേ, മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്, മൂന്നാമത്തെ എന്താണ്? കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് അല്ലേ, നാലെന്താ? അനലൈസിങ് ഡീവിയേഷൻസ്, അഞ്ചെന്താ? ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. മലയാളത്തിൽ പരീക്ഷ ഇടുന്നു, മലയാളത്തിൽ പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പോൾ കൺട്രോളിംഗ് പ്രോസസ്സിൻ്റെ ആ സ്റ്റെപ്പുകളെല്ലാം ഓർഡറിൽ പഠിച്ചു വെച്ചോണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സോ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്റ്റാഫിങ്ങും പ്ലാനിങ്ങും കൺട്രോളിങ്ങും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഒക്കെ പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കമ്പോണൻറ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അല്ലേ. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുക, അല്ലെങ്കിൽ മൂലധന ആവശ്യങ്ങളൊക്കെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കമ്പോണൻസിനകത്ത് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ലീഗൽ എൻവയോൺമെൻറ്റ്. ലീഗൽ എൻവയോൺമെൻറ്റിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഞാൻ ആൻസർ പറയുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഓക്കെ, ഏതാണ് നമ്മുടെ ലീഗൽ എൻവയോൺമെൻറ്റിന് ഉദാഹരണമായിട്ടുള്ളത്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലേ. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഇതിൽ വരുന്നത് ലീഗൽ എൻവയോൺമെൻറ്റിന് ഉദാഹരണമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ലീഗൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ്? അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ ധനകാര്യ കമ്പോള ഉപകരണം എന്നാണ് മലയാളത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് തന്നെ പഠിച്ചു വെക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. സോ നോക്കിക്കേ, ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇതിനകത്ത്? കൊമേഴ്ഷ്യൽ പേപ്പർ ആണോ, ട്രഷറി ബില്ലാണോ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ആണോ, കൺസ്യൂമർ ഗുഡ്സ് ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. കൺസ്യൂമർ ഗുഡ്സ് ആണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് അല്ലാത്തത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ ആയിക്കോട്ടെ, ട്രഷറി ബില്ല് ആയിക്കോട്ടെ, ഇനി അതല്ല സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചോണം. എന്നാൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് അല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുവേ. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെൻറ് സ്കീംസ്
സപ്പോർട്ട്സ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് സ്കീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ആൻസർ അല്ലേ. ഏതാണ്? മുദ്ര ലോൺ സ്കീമാണ് അല്ലേ. മുദ്ര ലോൺ സ്കീമാണ് നമ്മുടെ ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വയം തൊഴിലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. മുദ്ര ലോൺ സ്കീമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. MCQയിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ. ദ പേയ്മെൻറ്റ് മെത്തേഡ് ഇൻ വിച്ച് കസ്റ്റമേഴ്സ് പേ വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഈസ് കോൾഡ്. അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ തന്നെ അവർ പണം നൽകുന്ന ഒരു ഡയറക്റ്റ് പണം നൽകുന്ന ഒരു രീതിയുണ്ട് അല്ലേ. അപ്പോൾ അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ ബി അല്ലേ. ക്യാഷ് ഓൺ ഡെലിവറി ആണ് അല്ലേ. COD. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ സാധനങ്ങൾ കൈമാറുമ്പോൾ ഉപഭോക്താക്കൾ പണം നൽകുന്ന ആ പേയ്മെൻറ്റ് രീതിയെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നോക്കിയേ. ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഫ്രം ദ മാനുഫാക്ചറേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദ സെയിം ടു ദ ഫൈനൽ കൺസ്യൂമേഴ്സ്. നമുക്കറിയാം അതായത് നമ്മുടെ ഉൽപ്പാദകരിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന മൊത്തക്കച്ചവടക്കാർ അല്ലേ, ഹോൾസെയിലേഴ്സ്. അപ്പം മൊത്തക്കച്ചവടക്കാരിൽ നിന്നൊക്കെ എന്താണ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്? നമുക്കറിയാം ചില്ലറ കച്ചവടക്കാരാണ് അല്ലേ. ആരാണത്? റീറ്റെയിലേഴ്സ് അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്താ വരേണ്ടത്? റീറ്റെയിലേഴ്സ് എന്നുള്ളതാണ് അവിടെ ആൻസർ വരേണ്ടത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. റീറ്റെയിലേഴ്സ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഫ്രം ദ മാനുഫാക്ചറേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദ സെയിം ടു ദ ഫൈനൽ കൺസ്യൂമേഴ്സ്. അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഉൽപ്പാദകരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഹോൾസെയിൽ മൊത്തക്കച്ചവടക്കാരിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവരാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു? കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആരാണ്? നമ്മുടെ റീറ്റെയിലേഴ്സ് ആണ്, ചില്ലറ കച്ചവടക്കാരാണ് അല്ലേ. അപ്പോൾ റീറ്റെയിലേഴ്സ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടത്. ഇനി അടുത്തവിടെ വരുന്നത് ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഓർ മാനുഫാക്ചറേഴ്സ് ഫോർ സെയിൽ ടു അതർ ട്രേഡേഴ്സ്. ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. ലാർജ് ക്വാണ്ടിറ്റിയിൽ ഈ ഉൽപ്പാദകരിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുന്ന ആരാ? ഹോൾസെയിലേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം ആൻസർ? ഹോൾസെയിലിംഗ് എന്ന് ആൻസർ കൊടുക്കാം. ഓക്കെ, SALING ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ആൻസർ. അപ്പോൾ ഹോൾസെയിലിംഗ് റെഫേഴ്സ് ടു ബൈയിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഓർ മാനുഫാക്ചറേഴ്സ് ഫോർ സെയിൽ ടു അതർ ട്രേഡേഴ്സ് എന്നാണ് അവിടെ ആൻസർ വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലിംഗ് എന്ന് നിങ്ങൾ എഴുതിയാലും മതി കേട്ടോ. റീറ്റെയിലിംഗ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, റീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ഹോൾസെയിലിങ്ങും അതാണ് ആൻസർ വരേണ്ടത്. ഇനി അടുത്ത് നോക്കാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗീവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഗിവ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ, നോക്കി വെച്ചോണേ. ഇനി അതേപോലെ തന്നെ നെയിം എനി 2 ഇ-കൊമേഴ്സ് ബിസിനസ്. ഇ-കൊമേഴ്സ് ബിസിനസ്സിന് ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കിക്കോ, ഒന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, നോക്കിക്കേ എന്തൊക്കെയാണ് പറഞ്ഞത്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം, ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും നോക്കി വെക്കണം. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ബിസിനസ് എന്നാൽ എന്താണെന്നുള്ളതും അതിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. B2Cയും അല്ലേ, G2G ഒക്കെ പഠിക്കേണ്ട, അതെല്ലാം നോക്കി വെച്ചോണം. അപ്പോൾ ഇ-കൊമേഴ്സ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് അല്ലേ, സ്റ്റേറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ബേസ് ചെയ്ത് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. എനി 2 ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വാളിറ്റീസ് എഴുതാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 മാർക്ക് അവിടെ കിട്ടും കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത നോക്കിക്കേ. ട്രൂ ഓർ ഫോൾസ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്, തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ സ്റ്റാറ്റിക് ഇൻ നേച്ചർ അല്ലേ. എന്താണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ഒരു സ്ഥിരമായിട്ടുള്ളൊരു നേച്ചർ ഉള്ളതാണെന്ന്. അങ്ങനെയാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്
എന്താണ് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ഇൻ നേച്ചർ ആണ് അല്ലേ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്താണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ദ ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ആർ അൺപ്രഡിക്റ്റബിൾ, അതെന്താ ട്രൂ ആണ്. കാരണം നമുക്കറിയാം ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലേ. അതങ്ങ് സംഭവിച്ചു പോകുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. സോ നമുക്ക് പറയാം ദ ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ആർ അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലേ. സോ ട്രൂ ആണ് അവിടെ ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ നോക്കിക്കേ, എന്താണ് ഫൈനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി വെച്ചിട്ട് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരു കഥ പോലെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ, പക്ഷേ ആൻസറിലേക്ക് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ പഠിച്ച സാധനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അലയൻസ് ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടാക്കുന്നതിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കമ്പനി ഈസ് ടു മാനുഫാക്ചർ 100 ബക്കറ്റ്സ് എ ഡേ, ഒരു ദിവസം എത്രയാണ് 100 ബക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ടു അച്ചീവ് ദിസ്, ഇത് അവർക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ എഫോർട്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആർ കോർഡിനേറ്റഡ് ആൻഡ് interlinked and authority responsibility relationship is established among various job positions അല്ലേ. there is clarity on who is to report to whom. അതായത് നിങ്ങൾക്കറിയാം നമുക്കൊരു കമ്പനി നടത്തുമ്പോൾ എന്താണ് അവിടെ എല്ലാവരുടെ ഒരു ഏകോപനം നമുക്ക് വേണം അല്ലേ. അതായത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് പോയെങ്കിൽ മാത്രമേ ഒരു കമ്പനി മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് നമുക്കറിയാം, നമ്മൾ ബിസിനസ്സിൽ പഠിച്ചിട്ടുള്ള എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണോ, ഓർഗനൈസിങ്ങിനകത്ത് വരുന്നതാണ് അല്ലേ സംഘാടനം എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ ആ ഒരു ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഏതാ വരേണ്ടത്, സംഘാടനമാണ് കേട്ടോ, ഓർഗനൈസിങ് ആണ് വരുന്നത്. ഇനി ആ ഓർഗനൈസിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ ആൻസർ എഴുതുക. അത് കണ്ടോ, ഗീവ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു കഥ വായിച്ച് നോക്കിയിട്ട് ഇവിടെ എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്, എന്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയും വേണം. അതിനുശേഷം ആ ഒരു മാനേജ്മെന്റ് ഏതാണ്, അതിൻ്റെ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് അവിടെ ചോദിച്ചിട്ടുണ്ട് ഏതാണ് അല്ലേ, ഏതാണ് ഓർഗനൈസിങ് ആണ്. സോ ഈ ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു 3-5 പോയിന്റും കൂടെ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അടുത്തവിടെ തന്നിരിക്കുന്നത് നമുക്ക് ജോൺ സ്റ്റോക്ക് കമ്പനിയെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ദ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് എ ജോൺ സ്റ്റോക്ക് കമ്പനി. എന്താണ് ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താ കോമൺ സീൽ അല്ലേ, കോമൺ സീൽ. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഹു മാനേജ് ദ ഡേ ടു ഡേ അവേഴ്സ് ഓഫ് ദ ജോൺ സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ഒരു ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ എല്ലാ ദിവസത്തെ അല്ലെങ്കിൽ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളെയെല്ലാം മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മെമ്പേഴ്സ് അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. ദേ ആർ ഇലക്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മാനേജ്മെൻറ്റ് അല്ലേ, പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അവിടെ ആൻസർ വരേണ്ടത്. അടുത്തത് അവിടെ ഡിഫറൻഷിയേറ്റ് ഡെപ്റ്റ് ഫ്രം ഇക്വിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇക്വിറ്റിയിൽ നിന്ന് ഡെപ്റ്റ് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡെപ്റ്റ് എന്താ, കടവാണ് അല്ലേ, ഇക്വിറ്റി എന്താണ്, ഓഹരിയാണ്. അപ്പോൾ ഡെപ്റ്റ് എന്താണെന്നുള്ളതും ഓഹരി എന്താണെന്നുള്ളത് ഇവിടെ ഒന്ന് എഴുതി കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് ആൻസർ 1 വേർഡ് ആയിട്ടുള്ള രീതിയിൽ അവിടെ എഴുതി കൊടുക്കണം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ കമ്പോണൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ദാറ്റ് റിലേറ്റ്സ് ടു ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരു കമ്പോണൻറ്റ് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ആ ഒരു ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലേസ് ആണ് അല്ലേ, PLACE ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദ കമ്പോണൻറ്റ്, ഇനി അടുത്താണ് ദ കമ്പോണൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് വിച്ച് പെർസ്വേർഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദ കൺസ്യൂമേഴ്സ്. നമ്മളെ കൺസ്യൂമേഴ്സിനെയൊക്കെ വളരെ അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുക അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മാർക്കറ്റിംഗ് മിക്സിൻ്റെ കമ്പോണൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്, പ്രൊമോഷൻ ആണല്ലേ, PROMOTION. 35ാമത്തെ ക്വസ്റ്റിന് നെയിം എനി 2 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതാണ്, നെയിം എനി 2 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ C ആണ് കേട്ടോ. സെക്ഷൻ C നോക്കിക്കേ,
അതിൽ നമുക്ക് ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ECB അതുപോലെ തന്നെ FCCB ഇതിൻ്റെ ഫുൾ ഫോം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് SFIയുടെയും GDRൻ്റെയും ഫുൾ ഫോം എഴുതാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ECB എന്ത് ECB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എക്സ്റ്റേണൽ നോക്കി വെച്ചോണം കേട്ടോ. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് BORROWINGS കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ECBയുടെ ഫുൾ ഫോം. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്നുള്ളതാണ് എന്ത്? ECBയുടെ ഫുൾ ഫോം. ഇനി അടുത്തടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? FCCB ആണ് അല്ലേ? FCCB എന്താണ് FCCBയുടെ ഫുൾ ഫോം? FCCB എന്താ FCCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോറിൻ FOREIGN ഫോറിൻ കറൻസി CORRENCY കേട്ടോ. കറൻസി കൺവേർട്ടബിൾ ബോണ്ട് കേട്ടോ. CONVERTIBLE കൺവേർട്ടബിൾ ബോണ്ട് BOND. ഇതാണ് FCCBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തടുത്ത് തന്നിരിക്കുന്ന ഏതാണ്? നമ്മുടെ SFI അല്ലായിരുന്നു? ഓറായിട്ടുള്ള രീതി തന്നിരിക്കുന്നത്. ഓർ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നോ? ഒരു സെക്കൻഡ് നോക്കട്ടെ. SFI അല്ലേ? SFIയുടെ ഫുൾ ഫോം എന്താ വരുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. FINANCIA ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ്സ് INTERESTS എഴുതി വെച്ചോണം കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് SFIയുടെ എന്താ ഫുൾ ഫോം കേട്ടോ. ഇനി അടുത്തത് അവിടെ വരുന്നത് GDR ആയിരുന്നു അല്ലേ? GDR എന്താ? ഗ്ലോബൽ ഡെപ്പോസിറ്ററി DEPOSITORY ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നാണ് കേട്ടോ. RECEIPT റെസിപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് GDRൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് എഴുതി കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എഴുതി തന്നിരിക്കുന്നത്. പറഞ്ഞു പോയിട്ടുണ്ട് സ്പെല്ലിങ്, നിങ്ങളത് നോക്കിയിട്ട് എഴുതണേ. ഇനി അടുത്ത സ്റ്റേറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ? നമ്മളത് പഠിച്ചാണ്. മേക്കിംഗ് ഇന്ത്യയുടെ ആ ഒരു പ്രോഗ്രാംസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഏതെങ്കിലും 2 ബെനിഫിറ്റ്സ് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബിസിനസ് സ്റ്റഡി നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ നോക്കി അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ട്രേഡ്, അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാഷ് ഓൺ ഡെലിവറി, ഫ്രീ ഓൺ ബോർഡ് അല്ലേ? ഇതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തവിടെ വീണ്ടും അവിടെ നമുക്കൊരു അതായത് ഒരു കഥ പോലെ തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഓർഗനൈസേഷൻ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം എന്താ അതിൻ്റെ ലിമിറ്റേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അവിടെ തന്നിരിക്കുന്നത് നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് എഴുതാനാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാനും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് അവിടെ തന്നിരിക്കുന്നത് 1 person കമ്പനി അല്ലേ? OPC 1 person കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓറുള്ളത് ഓർ നോക്കിയിട്ട് എഴുതാവുള്ളേ. ദെൻ സെയിൽസ് പ്രൊമോഷൻ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ 2 പ്രൊമോഷണൽ ടൂൾസ് ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ നോക്കിയേ, സെയിൽസ് പ്രൊമോഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ ഏതെങ്കിലും 3 ഒബ്ജക്റ്റീവ്സ് എഴുതി കൊടുത്താലും അവിടെ മതി. അപ്പോൾ 2 ക്വസ്റ്റ്യനും വായിച്ച് നോക്കാം. നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നു നിങ്ങൾ ആൻസർ എഴുതാവുള്ളൂ. ഇനി അടുത്തടുത്ത് പറഞ്ഞിരിക്കുന്നതും ഇതേപോലെ തന്നെ നമുക്കൊരു കഥ പോലെ തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയതിന് ശേഷം അത് ഏത് മാനേജ്മെൻറ്റ് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയണം. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ വായിച്ച് നോക്കും. ഇത് തന്നെ വരണോ യാതൊരു നിർബന്ധവും ഇല്ല, വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല എന്തായാലും കേട്ടോ, വായിച്ച് പറഞ്ഞു പോകുന്നില്ല. ഇനി അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണ്, ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്താണ്, ടെലി മാർക്കറ്റിംഗ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. പ്ലാനിങ് ഈസ് പെർവസീവ്, പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അതിൻ്റെ മെറിറ്റ്സ് എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ തന്നിരിക്കുന്ന WTO അല്ലേ, WTO ഗാട്ട് ഇതെന്താണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്ന റീറ്റെയിൽ ട്രേഡിൻ്റെ വാട്ട് ഈസ് ദ ഫ്രാഞ്ചൈസി ഫോം ഓഫ് റീറ്റെയിൽ ട്രേഡ്, സ്റ്റേറ്റ് എനി 3 ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. സിമ്പിളായിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് സിമ്പിളായിട്ട് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ. ദെൻ വാട്ട് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഫോർ സെക്യൂറിങ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, എക്സ്പ്ലെയിൻ അല്ലേ. പിന്നെ അടുത്തതും ഇതേപോലെ ഒരു കഥ പോലെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ അത് ഞാൻ നോക്കുന്നില്ല. അടുത്തത് ഓക്കെ, അടുത്ത അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പ്രോസസ് ഓഫ് പ്ലാനിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പ്ലാനിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, ഡയറക്റ്റിങ് ഇതെല്ലാം നോക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതിൻ്റെ സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ഇനി അതെല്ലാം നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ് എഴുതിയാലും മതി. ഇനി അടുത്തടുത്ത് തന്നിരിക്കുന്നത് എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് കേട്ടോ. ഏതാണ് ഡിസ്കസ് ദ എസെൻഷ്യൽ ഓഫ് എ സൗണ്ട് ഫൈനാൻഷ്യൽ പ്ലാൻ. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർന്നു, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിട്ടുള്ള എക്സാംസ് ആണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങളിപ്പം പുതിയതായിട്ട് എന്തെങ്കിലും ടേംസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ ചിലപ്പോൾ ഗൈഡിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗൈഡിൽ വെച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഗൈഡിലില്ലാത്ത ഏതെങ്കിലും ടേംസ് ഇപ്പം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് പോകണം കേട്ടോ. അതെന്താണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പരീക്ഷ എഴുതുക. വീഡിയോസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളിടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എപ്രകാരമാണ് എന്നൊക്കെ ഉള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.